സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ ചെന്നു അല്ലേ? നബി തങ്ങളുടെ 39 അര, 40 വയസ്സായിട്ടില്ല, 39 അര വയസ്സ് തൊട്ട് നബി തങ്ങൾ ഹിറാ ഗുഹയിൽ ധ്യാന നിരതനായിരിക്കുമായിരുന്നു. നബി തങ്ങൾ ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോൾ നേരെ തന്നെ കഅബ ഷരീഫ് കാണാൻ പറ്റും. ഇന്ന് അത് കാണാൻ പറ്റില്ല, കാരണം ഇന്ന് ബിൽഡിംഗ് ഒക്കെ വന്നുപോയി. അപ്പൊ നേരെ തന്നെ പരിശുദ്ധ കഅബ കാണാൻ പറ്റും. ആ കഅബയെ നോക്കി നബി തങ്ങൾ ഇങ്ങനെ ദിക്റും ഔറാദുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. ഇഖ്റഅ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ, വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ 5 ആയത്തുകൾ ഓതി കൊടുക്കുന്നു. അപ്പോൾ ഒരു മലക്കിനെ കണ്ട ആ ഒരു ഭയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി പോവുകയാണ് ഖദീജ ബീവിയിലേക്ക്. അങ്ങനെ അവിടെ ചെന്നിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, പേടിച്ച് വിറച്ച് പനിച്ച് അല്ലെ, ഖദീജ സമ്മിലൂനി, എന്നെ പുതപ്പിട്ട് മൂട് ഖദീജ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ വിശാലമായ ചരിത്രമാണ്. അപ്പൊ അങ്ങനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പനി പിടിച്ച് വലിയ പ്രയാസത്തിൽ, വലിയ വിഷമത്തിൽ, ഒരു വെപ്രാളത്തിൽ നബി തങ്ങൾ ഇങ്ങനെ മൂടി പുതച്ച് കിടക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്നു, യാ അയ്യുഹൽ മുസമ്മിൽ, മൂടി പുതച്ച് കിടക്കുന്ന നബി എഴുന്നേക്ക്, മതി മതി നബിയെ എഴുന്നേക്ക്, നിങ്ങളിങ്ങനെ കിടക്കാനുള്ളവരല്ല, നിങ്ങളിങ്ങനെ മടിപിടിച്ചിരിക്കാൻ ഉള്ളവരല്ല, നിങ്ങൾ എഴുന്നേക്ക്, നിങ്ങൾക്ക് ഒരുപാട് ജോലികൾ ഇനിയുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ആശ്വാസം പോലെ ഇറങ്ങിയ സൂറത്താണ് മുസമ്മിൽ സൂറത്ത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഓതിയാൽ നമുക്കും ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആശ്വാസം കിട്ടിയതുപോലെ നമുക്കും ഇത് ഓതിയാൽ ആശ്വാസം ഉണ്ടാകും. ഏത് പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാണ് ഈ ഒരു സൂറത്തുൽ മുസമ്മിൽ. സൂറത്തുൽ മുസമ്മിൽ രോഗങ്ങൾക്കുള്ള ശിഫയാണെന്നാണ്.